ഹായ് വെൽക്കം ബാക്ക് ടു അബിസ്യൂഷൻ. ഇന്ന് വളരെയധികം സബ്സ്ക്രൈബേഴ്സ്, ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചൊരു ചോദ്യമാണ് ഞങ്ങളുടെ പാസ്വേഡ് മറന്നുപോയി, ആപ്ലിക്കേഷൻ പാസ്വേഡ് മറന്നുപോയി, മെയിലിന്റെ പാസ്വേഡ് മറന്നുപോയി, ഇത് എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഞാൻ സെക്കൻഡ് വെച്ച് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച പാസ്വേഡുകളാണ് നമുക്ക് ഇവിടെ പോയാൽ ഉണ്ടാവുക. അപ്പോൾ മാത്രമല്ല നമ്മൾ ചില കാര്യങ്ങൾക്ക്, അതായത് നമ്മൾക്ക് ജിമെയിലൊക്കെ പോലുള്ള ചിലതിൻ്റെയൊക്കെ പാസ്വേഡ് മറന്നു പോയാൽ തന്നെ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുമെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഇത് പല ആളുകൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. മാത്രമല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ മൊബൈലിൽ നമ്മൾ നിരവധി ആപ്ലിക്കേഷനുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വെബ്സൈറ്റിലൊക്കെ നമ്മൾ സൈൻ ഇൻ ചെയ്ത് കയറുന്നുണ്ട്, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ പാസ്വേഡുകൾ മറന്നുപോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലേ? നമ്മൾ എവിടെയും എഴുതി വെച്ചിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചു കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ സെക്കൻഡ് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ പാസ്വേഡുകളെല്ലാം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത്. അതിന് നമ്മൾ ചെയ്യേണ്ടതൊന്ന് സെറ്റിംഗ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിലേക്ക് കയറാൻ വേണ്ടി സാധിക്കും. ഗൂഗിളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡി നമുക്ക് ഏറ്റവും ടോപ്പിൽ ഇവിടെ കാണുന്നുണ്ട്, അല്ലേ? ആ മെയിൽ ഐ ഡിയുടെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ഐ ഡികൾ കാണുന്നത്. നിങ്ങൾക്ക് ഏത് ഐ ഡിയിലാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ഐ ഡിയിൽ തൊട്ട താഴെയുള്ള നമുക്ക് കാണാം ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ അക്കൗണ്ടിൽ മെയിൽ ഐ ഡിയുടെ തൊട്ട താഴെ ആ ഗൂഗിൾ അക്കൗണ്ട്, മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട്, ജസ്റ്റ് ഒന്ന് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഈ ഒരു ഇൻ്റർഫേസിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇവിടെ 27 പാസ്വേഡ് ഞാൻ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് പാസ്വേഡ് മാറ്റുക എന്നുള്ളത് നമ്മൾ ജിമെയിലിലേക്ക് പാസ്വേഡ് മാറ്റുന്ന കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ല, ഇത്രയും ആപ്ലിക്കേഷൻസ്, 27 ആപ്ലിക്കേഷൻസ് ഞാൻ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡു യു വാണ്ട് ടു സേവ് എന്ന് ചോദിക്കുന്ന സമയത്ത് സേവ് ചെയ്ത പാസ്വേഡുകളാണ് ഇവിടെ ഉണ്ടാവുക. കണ്ടില്ലേ, ഞാനത് ഇൻസ്റ്റേറ്റ് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കണ്ട ഇമെയിൽ ഐ ഡി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കോപ്പി ചെയ്യാം. ഇവിടെ കണ്ടില്ലേ പാസ്വേഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് നമുക്ക് വിസിബിൾ ആവും. നമുക്ക് കോപ്പി ചെയ്യാം, പിന്നെ അതിനുശേഷം എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ പാസ്വേഡുകൾ കണ്ടില്ല, താഴോട്ടേക്കുള്ള പല ആപ്ലിക്കേഷൻസിൻ്റെയും പാസ്വേഡുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ടെൻഷൻ ആവേണ്ട, നമ്മൾ സേവ് ചെയ്ത പാസ്വേഡുകളൊക്കെ ഇവിടെ ഉണ്ടാവും. സേവ് ചെയ്യണം എന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ജിമെയിൽ ഉണ്ടല്ലോ, ആ ജിമെയിലിൻ്റെ പാസ്വേഡ് നിങ്ങൾ മറന്നുപോയി വിചാരിക്കും. നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതൊന്ന് ചേഞ്ച് ചെയ്യണം. നിങ്ങൾക്ക് ആ പാസ്വേഡ് ഓർമ്മയില്ല, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് കാണാം പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നില്ലേ, ആ പാസ്വേഡിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പാസ്വേഡ് എന്നാണ് ഉണ്ടാക്കിയതെന്നുള്ള പറയുന്നുണ്ട്. അതിനുശേഷം ന്യൂ പാസ്വേഡ് ഇവിടെ കൊടുക്കുക, ഒരു പുതിയൊരു പാസ്വേഡ് ഇവിടെ കൊടുക്കുക, നല്ല സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം കൺഫേം പാസ്വേഡ്, പുതിയൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് താഴെ നമ്മൾ ചേഞ്ച് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അടിപൊളി ഒരു ഓപ്ഷനാണ്, എല്ലാവരും ചെയ്ത് നോക്കുക.